ക്യാൻസറിന് നല്ലതാ, പ്രതിരോധശക്തിക്ക് നല്ലതാ, നല്ല ശക്തിയൊക്കെ വരുന്നുണ്ടാവും. നല്ലതാ. ഇത് മുള്ളാത്ത ചക്ക കണ്ടോ, മുള്ളുള്ള ചക്ക, സോപ്പ് എന്നൊക്കെ പറയും. ഇത് ആരോഗ്യപരമായിട്ട് ഭയങ്കര ഗുണമുള്ളതാ. ചെറിയ ഒരു പുളിയും മധുരമൊക്കെ ചേർന്നുള്ള ഒരു ടേസ്റ്റ് ആണ്. നമുക്ക് പച്ചയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പിന്നെ പഴുത്തും ഉപയോഗിക്കാം. നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള പഴമാണ് ഈ മുള്ളാത്ത ചക്ക. ഇപ്പൊ ഇതിന്റെ സീസൺ ആണ്, നിറയെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ പലതിലും ഇതുപോലെ ഈ ഉറുമ്പൊക്കെ ഉള്ളതിലാണെങ്കിൽ ഇതുപോലെ കളർ വരും. ഇത് നന്നായിട്ട് പഴുത്തു. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. പച്ചയിൽ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം, തീയിൽ വെക്കാം. പഴുത്ത് കഴിഞ്ഞാൽ അതുപോലെ അങ്ങ് കഴിക്കാം. നമ്മുടെ ആത്തച്ചക്ക പോലെ തന്നെ ഇരിക്കും, നിറയെ കുരു ഉണ്ടാവും അതിനകത്ത്. നമുക്കിത് സീഡ് പാകിയിട്ട് മുളപ്പിക്കാം. എല്ലാ ചെറുപുളിയുള്ള പഴങ്ങളിലും പോലെ ഇതിനകത്ത് ആന്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. ഇത് ഈ ചേട്ടൻ കൊണ്ടുവന്നതാണ്. ചേട്ടന്റെ പേരെന്ന് പറയാവോ? ഭാസ്കരൻ ചേട്ടൻ. സ്ഥലം മാലപുരം പൊത്തപ്പള്ളി. എന്റെ വീട്ടിലും 3-4 കൂട് ആത്ത മരമുണ്ട്. 3-4 തൈ ഉണ്ട്. വലുതായി ഇപ്പൊ കാ പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഉറുമ്പ് വരുമ്പോ എന്ത് ചെയ്യും? ഉറുമ്പ് കൂട് കൂട്ടും. ഉറുമ്പ് കൂട് കൂട്ടുമ്പോ ആ ഉറുമ്പിനെ നമ്മൾ കളഞ്ഞാ എടുക്കുന്നത്. ഉറുമ്പിനെ ഒരു കാരണവശാലും ഒഴിവാക്കാനൊക്കെ പറ്റില്ല. അതിനെ നശിപ്പിക്കാനും വയ്യ. നല്ലപോലെ പെടുത്ത ഞാനും തിന്ന് നമ്മുടെ അയലത്തൊരു വീട്ടിൽ കൊടുത്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു. വേറെ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഈ ക്യാൻസർ രോഗി പടിഞ്ഞാറ് രണ്ടുപേരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോ എന്നെ വിളിക്കും, വിളഞ്ഞുണ്ടോ തീയിൽ വെക്കും. തീയിൽ വെക്കാൻ സൂപ്പർ സാധനമാണ്. ലേശം കൊഞ്ചും ഉണ്ടെങ്കിൽ തീയിൽ വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. നല്ല സാധനം. ഇത് അനോനേസിയ ഫാമിലിയിൽ വരുന്നതാ. ഇതിപ്പോ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നിറയെ നമ്മുടെ ആത്തച്ചക്ക പോലെ തന്നെ നിറയെ അല്ലികളുണ്ടാവും. ഇത് നല്ല ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ലതാ. അപ്പൊ ആൾക്കാർ നിറയെ വാങ്ങിക്കാറുണ്ട് ഇത്. സൂപ്പർ. ഒരു പുളി, മധുരം, ചവർപ്പ്, പിന്നെ ഒരു ചെറിയൊരു ഫ്ലേവറും, അങ്ങനെ ഒരു രുചിയാണ് ഇതിനുള്ളത്. ഈ കുരു നമുക്ക് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ 1-2 മാസം മുള്ളാത്ത ചക്ക നിറയെ കാണും.